ഇന്ന് വന്നേരം മൂലക്കുരു വേണം 2 കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ ഫണ്ണായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഐ ഡോണ്ട് കെയർ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസീനെ തൊപ്പി അൺഫോളോ ചെയ്തതിന് മനസ്സിലായി. തൊപ്പി ഫസീനെ അൺഫോളോ ചെയ്തതിന് എനിക്കൊന്നും ചെയ്യാനില്ല. നോക്കി നേരെ ആ വാഴയിലേക്ക് നോക്കി. നേരെ വാഴ എന്ന് വെച്ചാ എങ്ങനെ പറഞ്ഞു? അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും തിരിച്ചു പോകില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല. എടാ, വ്യവസ്ഥയില്ലാത്തവരെ, ഒരു അല്പം മനസാക്ഷി, സ്വന്തം സൗഹൃദത്തിനെ പോലും വെറുതെ വിടാത്ത കണക്കില് നിനക്ക് എന്തിന്റെ സോക്കേടാണെടാ? ഈ കൊച്ചു കാലത്തിൽ നടക്കുന്നേ സത്യം. രാജി ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടതാണ്, മിസ്സായതാണ്. തൊപ്പിയിലെടുത്ത് തൊപ്പി അവന്റെ സുഹൃത്താണെന്ന് പറയണം. സുഹൃത്തൊക്കെ പോലും വെറുതെ വിടാത്ത ഒരു വൃത്തികെട്ട നാറിയാണെന്ന് തൊപ്പി അവസാനം ഗദ്ഗതത്തോടു കൂടി പറയുന്ന വീഡിയോ തൊപ്പി ഫസ്മിനാന്ന് പറഞ്ഞു. കംപ്ലീറ്റ്ലി അരിയാണ്. ആൾക്കാരോട് തന്നെ ഞാൻ ഇത് വന്ന് എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ്. അത് വേറെ കാര്യം. അങ്ങനെ ചങ്ങായി ബന്ധം അങ്ങനത്തെ സാധനമൊന്നും ഇല്ല എനിക്ക്. വാഴയെന്നൊന്നും വിളിച്ചാ പോരാ. മൂലക്കുരു വണ്ണാനെങ്കിൽ വാഴ എന്ന പേരേ ആപ്റ്റല്ല. 100 പേരിടാം, മനസ്സിലായി? നേരെ നോക്കി, നേരെ ആ വാഴയിലേക്ക് നോക്കി. നേരെ വാഴ എന്ന് വെച്ചാ എങ്ങനെ പറഞ്ഞു? ആ ചെടി, ആ പച്ചക്കളർ ചെടിയിൽ അല്ലെ നമ്മുടെ കാറിൽ നോക്കി. കാറിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. സ്വന്തം വീട്ടിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ? ഈ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്ന പല്ലച്ചിക്ക് ഇന്നവരെ അമ്മായിയമ്മ വീട്ടിൽ കയറ്റാൻ പറ്റിയിട്ടില്ല. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. അമ്മായിയമ്മയായിട്ട് ചേരത്തില്ല. ഇവൻ പോയി ബിഗ് ബോസിൽ പോയി നാട്ടുകാരുടെ അടുത്ത് പറയണം, അയ്യോ ഞാനേ ഇല്ല ഷഡില് പാട് പോലെയാണ്, എന്നെ അവിടെ തട്ടു ഇവിടെ തട്ടുവന്നു. ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലിയാകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പാപവാ. അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പോലും തീർക്കാൻ അവനെ കൊണ്ടാകാത്തത്. പുറപ്പെട്ടു പോയാൻ സ്വത്തും ചോദിച്ചു തിരിച്ചു വന്ന അവസ്ഥയാ നാട്ടിൽ എനിക്കിപ്പോ. ആർക്കും ഒരു വില. സ്വാഭാവികം. എജാതി വാഴയാണെന്നൊന്നും ആലോചിച്ച് നോക്കി. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. അവന് ചങ്ങായി ബന്ധങ്ങൾ അങ്ങനെ യാതൊന്നുമില്ല. കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വ്യക്തിത്വമേ ഇല്ലാത്ത ഒരുത്തൻ ഇങ്ങനെ ഒരു ചാണക നാശം. എന്താണ് ചിക്കിലി കിട്ടും, പൈസ കിട്ടുക, അതിനു വേണ്ടി ഏതറ്റം വരും. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഓരോരോ തട്ടിപ്പുകളെ. കോത്തിലെ കുരു തീർന്നാണ്. 24 മണിക്കൂർ നാട്ടുകാരെ അമരാവതിച്ചിട്ട് അതുകൊണ്ട് അരി വാങ്ങിച്ച് തിന്ന കോത്തില് മാത്രമല്ലടാ, പലയിടത്തും കുരു പോകും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങും. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.